മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ സംരക്ഷണവും സഹായവും ഈ ദിവസം മുഴുവനും നിങ്ങളുടെ കൂടെയുണ്ടായിരിക്കട്ടെ, നിങ്ങളെ അവിടുന്ന് പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 14-ാമത്തെ അധ്യായത്തിന്റെ 15 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന ഈശോ ഒരു ഉപമ പഠിപ്പിക്കുകയാണ്. ആ ഉപമയിൽ നമ്മൾ കാണുന്നത്, ഒരുവൻ വിരുന്നൊരുക്കി കുറെ പേരെ വിളിച്ച് കാത്തിരിക്കുകയാണ്. എന്നാൽ സമയമായിട്ടും ഇവര് ആരും തന്നെ വരുന്നില്ല. അപ്പൊ എന്തുകൊണ്ട് വരുന്നില്ല എന്ന് അന്വേഷിക്കുമ്പോൾ അവരുടേതായ തിരക്കുകളിലൂടെ കടന്നു പോവുകയാണ്. അവസാനം അവൻ പറയുകയാണ്, വഴിയരികിലിരിക്കുന്നവരെയും ചന്തസ്ഥലത്തിരിക്കുന്നവരെയും പാവപ്പെട്ടവരെയും മുടന്തരെയും ഒക്കെ വിളിച്ചുകൊണ്ട് വന്ന് ഈ സദ്യ കൊടുക്കുവിനെന്ന്. ക്ഷണിക്കപ്പെട്ടവർക്കൊന്നും വിരുന്ന് ആസ്വദിക്കാൻ സാധിക്കുകയില്ല, ക്ഷണിക്കപ്പെടാത്തവർക്കാണ് ഇത് സാധിക്കുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, വിരുന്നൊരുക്കി കാത്തിരിക്കുന്നത് ഈശോയാണ്. അനുഗ്രഹത്തിന്റെ വിരുന്നൊരുക്കി ഈശോ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഓരോരുത്തരും ഈശോയുടെ അനുഗ്രഹം ആഗ്രഹിക്കുന്നവരാണ്. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ പല വഴികളിലും ദൈവത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ അധ്വാനങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, മക്കളുടെ പഠനങ്ങളിൽ വിജയം ലഭിക്കണം, മക്കൾ വിദേശത്ത് പോകണം, തടസ്സങ്ങൾ മാറണം, പ്രതിബന്ധങ്ങൾ മാറണം. ഇങ്ങനെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങൾക്കും ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കാനും ജീവിതത്തിൽ ഉയർച്ച നേടാനും ആഗ്രഹിക്കുന്നവരാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം നമുക്കായി അനുഗ്രഹത്തിന്റെ വിരുന്നൊരുക്കി അൾത്താരയിൽ കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ, ദൈവത്തിന്റെ കൃപ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഒഴുകണമെങ്കിൽ, അവിടുന്ന് അനുഗ്രഹത്തിന്റെ വിരുന്നൊരുക്കി കാത്തിരിക്കുന്ന ബലിപീഠത്തിന്റെ മുൻപിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു പോകണം. പ്രഭാതത്തിൽ തന്നെ ഈശോനാഥൻ നമുക്കുള്ള വിരുന്നൊരുക്കി ബലിപീഠത്തിൽ കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ഇടവക ദേവാലയങ്ങളിൽ നമുക്കായി വിരുന്നൊരുക്കി കാത്തിരിക്കുന്ന ഈശോയുടെ മുൻപിലേക്ക് കടന്നു ചെല്ലാനും അവിടുത്തെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ഏറ്റുവാങ്ങാനും നമുക്കൊക്കെ സാധിക്കുന്നുണ്ടോ? നമ്മൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ബലിയർപ്പണത്തിനായിട്ട് പോകാനായിട്ട് മടിയാണ്. അനുദിനം നമ്മൾ ഓരോരുത്തരും ബലിയർപ്പിച്ച് ആ ദിവസത്തിന് വേണ്ട അനുഗ്രഹം ബലിപീഠത്തിൽ നിന്ന് സ്വീകരിക്കണം. ആ ദിവസത്തിലെ ഓരോ നിമിഷത്തിനും വേണ്ട അനുഗ്രഹം ഈശോനാഥൻ നമുക്കായി ഒരുക്കി ബലിപീഠത്തിൽ കാത്തിരിക്കുന്നുണ്ട്. ഓരോ നിമിഷത്തിനും അതതിൻ്റെതായ അനുഗ്രഹം നമുക്ക് ആവശ്യമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് വേണ്ട അനുഗ്രഹമായിരിക്കില്ല നാളെ നമുക്ക് വേണ്ടത്. ഈ നിമിഷം വേണ്ട അനുഗ്രഹമായിരിക്കില്ല നമുക്ക് അടുത്ത നിമിഷം വേണ്ടത്. ഓരോ നിമിഷത്തിനും ആ നിമിഷത്തിൻ്റെതായ അനുഗ്രഹങ്ങൾ നമുക്ക് ആവശ്യമാണ്. നമ്മളിപ്പോ ചെയ്യുന്നതാണോ അടുത്ത നിമിഷം ചെയ്യുന്നത്? ഇന്ന് ചെയ്യുന്നതാണോ നാളെ ചെയ്യുന്നത്? അല്ല. നമുക്ക് ഓരോ നിമിഷത്തിനും അതിൻ്റെതായ അനുഗ്രഹം ആവശ്യമുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച പള്ളിയിൽ പോയി, ഞായറാഴ്ച പള്ളിയിൽ പോയി ബലിയർപ്പിച്ചു, അത് പോരാ. ഞാൻ ഞായറാഴ്ച ബലിയർപ്പിക്കുന്നുണ്ട്, അത് പോരാ. പ്രിയപ്പെട്ടവരെ, ഓരോ നിമിഷവും അനുഗ്രഹം ആവശ്യമാണെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ബലിപീഠത്തിന് മുൻപിലേക്ക് ചെല്ലണം. കാരണം അതിനുവേണ്ടി കർത്താവ് നമുക്കായി അനുഗ്രഹത്തിന്റെ വിരുന്നൊരുക്കി കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഓരോ നിമിഷത്തിലും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കണം. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ അനുഗ്രഹം നൽകാനായി കർത്താവ് കാത്തിരിക്കുന്നുണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പ്രാർത്ഥനയോടെ ചെയ്യണമെന്ന് ആത്മീയ ഗുരുക്കന്മാര് പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ആ നിമിഷത്തിൽ നീ ചെയ്യുന്ന ആ കാര്യത്തിന് അനുഗ്രഹം കിട്ടണമെങ്കിൽ ആ നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന. നിന്റെ കുടുംബത്തിൽ അനുഗ്രഹിക്കാനായിട്ട് കർത്താവ് അനുഗ്രഹത്തിന്റെ വിരുന്നൊരുക്കി കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ് കുടുംബ പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ. നിന്റെ വചന വായന. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മള് ആത്മീയ കാര്യങ്ങളെ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത് കേട്ടോ. അത് തള്ളിക്കളഞ്ഞ നമുക്ക് കിട്ടേണ്ട അനുഗ്രഹങ്ങളൊക്കെ നഷ്ടമാകുമെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. കരങ്ങളെ യാചനയോടെ പിടിക്കാം. ഈ ദിവസം കൂടുതൽ പ്രാർത്ഥനയിലായിരിക്കാൻ,
എല്ലാ ദിവസവും ബലിയർപ്പിക്കാനായിട്ടുള്ള ഒരു കൃപ ഈശോയോട് യാചിച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, വേദനകളിലേക്ക്, കഷ്ടപ്പാടുകളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയിലെ പ്രവർത്തനങ്ങളും പൈശാചിക ശക്തിയിലെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് ഏൽപ്പിക്കുന്നു. ഈശോയെ ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഇവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. അധ്വാനങ്ങളെ അനുഗ്രഹിക്കണമേ. വഴികളിൽ അങ്ങ് ഇവരുടെ കൂടെയുണ്ടായിരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.